ഇവിടെ ഇതിന്റെ ക്രമീകരണത്തിൽപ്പെടുന്ന 5 ജില്ലകളിൽ 5 സ്ഥലങ്ങൾ കണ്ടെത്തി പ്രപ്പോസ് ചെയ്യുന്ന ഒരു സർക്കാർ വരുന്ന കാലത്ത് മതി കേരളത്തിൽ എയിംസ് എന്ന് അന്നൊരു നിലപാട് സ്വീകരിച്ചു. ഞാൻ ജയിച്ചു വന്നത് തൃശ്ശൂരിൽ നിന്നാണ്. മാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. എല്ലാ വേദിയിലും പ്രത്യേകിച്ച് കേരളത്തിലെ ഒഫീഷ്യലായിട്ടുള്ള പരിപാടികളിലൊക്കെ അതെ അവരെ കൊണ്ട് ശബ്ദം ഉയർത്തിക്കാതെ ഒന്ന് ഒതുങ്ങി ഇരിക്കുന്നവരെ മണ്ടന്മാരാക്കാതെ ഒന്ന് നിന്ന് നിങ്ങളുടെ കാര്യം നടത്തിയാൽ സന്തോഷമാണ്. കുറച്ചുകൂടെ ഒതുങ്ങിക്കുക. പുറകെ ഇരിക്കുന്നവർക്കും അപ്പോ ഒഫീഷ്യൽ ചടങ്ങുകളിലൊക്കെയും ഫ്രണ്ട് ചെയ്ത് വരുന്ന സ്പീച്ച് എന്ന് പറയുന്നത് നിർബന്ധമാണ്. അത് വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ഇന്നിപ്പോ ചാലക്കുടിയുടെ പുനർനിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ അത്യാധുനിക സൗകര്യമുള്ള റെയിൽവേ വികസനത്തിന്റെ ഭാഗമായിട്ട് ഭാരതത്തിൽ നടക്കുന്ന നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ഭാഗമായി 75 അമൃത് ഭാരത് സ്റ്റേഷനുകളാണ് എന്ന് ബഹുമാന്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തിനും രാജ്യത്തെ ജനങ്ങൾക്കും വേണ്ടി സമർപ്പിക്കുന്നു. ആ ആഘോഷവേളയിൽ ഒരുപക്ഷെ വേദിയിൽ സംസാരിക്കേണ്ടതിനെ സംബന്ധിച്ച് കൃത്യമായ ചതുരമോ ദീർഘചതുരമോ ഒക്കെ ഈ പ്രഭാഷണത്തിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, ഇവിടെ വന്നപ്പം മുതൽ പ്രദേശവാസികളുടെ അല്ലെങ്കിൽ ചാലക്കുടിയെ ഇപ്പോഴും അഭിമാനമായി കാണുന്ന വന്ധ്യ വയോധികരടക്കമുള്ളവർ എന്നെ സമീപിച്ച് പറഞ്ഞ വിഷയങ്ങളുടെ കാര്യത്തിൽ എനിക്ക് എൻ്റെ ഈ ഒഫീഷ്യൽ പ്രസംഗത്തിൽ നിന്ന് വ്യതിചലിച്ച് പൂർണ്ണമായും ഹൃദയത്തിൽ നിന്ന് സംസാരിക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് അവസാനമായി കൊണ്ടുവന്ന് ആണിയടിച്ചത് ശ്രീ സനീഷ്. അപ്പൊ വിഷയങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ എന്താണ് ആ കൺസേൺ റെസ്പെക്ട് മന്ത്രാലയങ്ങൾ തീർച്ചയായിട്ടും അതിനകത്തൊരു ഫൈനലായിട്ടുള്ള അത് ആ ഫൈനൽ സേ അവരുടേതാണ്. പക്ഷെ ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന 20 പേരിൽ ഒരാളെന്ന നിലയ്ക്ക് ആ 19 പേർക്കും ഇല്ലാത്ത അധിക ഉത്തരവാദിത്വം എനിക്കുള്ളത് ഞാൻ തൃശ്ശൂരിന്റെ MP, അതും BJPയുടെ ആദ്യത്തെ MP എന്ന നിലയ്ക്ക് മാത്രമായിട്ട് നിലനിൽക്കാൻ സാധിക്കില്ല. കാരണം കേന്ദ്രത്തിൽ ഒരു സർക്കാർ ഉണ്ടായപ്പോൾ ആ സർക്കാരിലേക്ക് ഏക പ്രതിനിധി എന്ന് പറഞ്ഞ് അവരോധിക്കപ്പെട്ട ഒരാളെന്ന നിലയ്ക്ക് കേരളത്തിന് വേണ്ടി മുഴുവൻ അതിന്റെ പരമോന്നതമാണ് അതിൽ കവിഞ്ഞുള്ള വികസനത്തിലേക്ക് സംഭാവന ചെയ്യുവാനുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്ന ക്രമത്തിൽ തന്നെ അത് വ്യക്തമായി അതിനുവേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയെടുക്കുന്ന അധിക കർത്തവ്യം മറ്റ് 19 പേരേക്കാൾ കൂടുതലായി ഉണ്ട് എന്നിൽ നിക്ഷിപ്തമാണെന്നുള്ളത് അവർക്കും അറിയാം, എനിക്കും അറിയാം. ഏറ്റവും കൂടുതൽ അത് നിർദ്ദേശിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങളാണ്, കേരളത്തിലെ പൗരന്മാരാണ്. നിങ്ങളാണ് ഇതിന്റെ അവകാശം. ചാലക്കുടിയിലെ എയിംസിനെ സംബന്ധിച്ചൊക്കെ ചർച്ചകൾ നേരത്തെ തന്നെ ഞാൻ ഇലക്ഷൻ നിൽക്കുന്നതിന് മുമ്പ് തന്നെ 2023 അന്ന് ഇദ്ദേഹം MLA, ഇദ്ദേഹം അവിടെ നെറ്റിശ്ശേരിയിൽ ഞാൻ താമസിക്കുന്ന വീട്ടിൽ വന്ന് 2 മണിക്കൂർ നേരം ഇരുന്ന് എന്നെ കൃത്യമായിട്ട് ഇതിന്റെ ഭൂമിശാസ്ത്രമെല്ലാം പഠിപ്പിച്ച് പറഞ്ഞതാണ്. ഞാൻ ഇപ്പോഴും എന്റെ നിലപാട് വ്യക്തമാക്കുന്നു. 2014 മോദിജിയുമായി ഒരു ബന്ധം സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ കൃത്യമായും ഒരു ഫോർട്ട്നൈറ്റിൽ ഒരു ദ്വൈവാരത്തിൽ ഫോണിലൂടെ രാത്രി സംസാരിക്കുന്ന ഒരു ചിട്ടയുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ അന്ന് പാർലമെന്റിൽ ഇതിനെ സംബന്ധിച്ച് എയിംസ് ആകെ 4-7 എയിംസ് രാജ്യത്തുണ്ടായിരുന്നിടത്തുനിന്ന് അന്ന് നമുക്ക് 30 സംസ്ഥാനങ്ങളാണ് ഭാരതത്തിലുണ്ടായത്. 2014 29 സംസ്ഥാനങ്ങൾ.
അപ്പൊ പ്രഖ്യാപനം വന്നത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഓരോ എയിംസ് അനുവദിക്കും എന്നതായിരുന്നു പാർലമെന്റിന്റെ പ്രഖ്യാപനം. അത് അതിനുശേഷം 2015-ലോ 2016-ലോ പ്രഖ്യാപിക്കുകയും ചെയ്തു. ബഡ്ജറ്റ് പ്രസംഗത്തിലും അത് അംഗീകരിച്ച് അന്നത്തെ ധനമന്ത്രിയുടെ ശ്രീ അരുൺ ജെയ്റ്റ്ലി ആണെന്നാണല്ലോ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനവും ഉണ്ടായിരുന്നു. അപ്പൊ കേരളത്തിൽ ഒരു എയിംസ് എന്ന് പറയുന്നത് മോദി ഭരണത്തിന്റെ വ്യക്തമായ നിലപാട് കേരളത്തിലും ഒരെണ്ണമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് ആർക്കും ഒരു സംശയവും വേണ്ട. കാലതാമസം എന്തുകൊണ്ട് സംഭവിച്ചു? ഇതിന്റെ കാരണം ഞാൻ അനവധി തവണ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇനിയും കുറ്റം പറഞ്ഞ് മുമ്പോട്ട് ജീവിച്ചു പോകാൻ കഴിയില്ല. അന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് അങ്ങനെ കോഴിക്കോട് മാത്രമേ എഴുന്നള്ളിക്കുമോ എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഷാഠ്യമുണ്ടെങ്കിൽ ഒരു മറുഷാഠ്യം ഉണ്ടാകും. പുതിയൊരു സർക്കാർ വന്ന് ഇവിടെ ഇതിന്റെ ക്രമീകരണത്തിൽപ്പെടുന്ന 5 ജില്ലകളിൽ 5 സ്ഥലങ്ങൾ കണ്ടെത്തി പ്രപ്പോസ് ചെയ്യുന്ന ഒരു സർക്കാർ വരുന്ന കാലത്ത് മതി കേരളത്തിൽ എയിംസ് എന്ന് അന്നൊരു നിലപാട് സ്വീകരിച്ചു. ഞാൻ ജയിച്ചു വന്നത് തൃശ്ശൂരിൽ നിന്നാണ്. അപ്പോൾ ഞാൻ തൃശ്ശൂരിന് വേണ്ടി ഷാഠ്യം പിടിച്ചിട്ടില്ല. ആലപ്പുഴ എന്ന് പറയുന്ന തറപറ്റി കിടക്കുന്ന ആലപ്പുഴയുടെ ഒരു പ്രതാപകാലമുണ്ട്. അത് സനീഷിന്റെ പാർട്ടിക്കാർക്കും അറിയാം. ആ പ്രതാപത്തിൽ നിന്ന് മൂക്ക് പൊത്തി വീണത് എവിടെയാണെന്ന് നമ്മുടെ സഹോദര ജില്ലയാണ്. അവിടെയുള്ളത് മലയാളി സഹോദരങ്ങളാണ്. അവർക്കും ഒരു ഉന്നമനം ഉണ്ടാകും. ഒരു എയിംസ് വരുന്നതോടുകൂടി ആ പ്രദേശത്താകമാനം ഇപ്പോ ആലപ്പുഴയിൽ ചെന്ന് നോക്കിയാൽ കൊച്ചിയെ പോലെ തന്നെ സുന്ദരിയാണ്. കൊച്ചിയേക്കാൾ ഒരു അധിക എല്ല് കൂടുതലുള്ളത് അവിടുത്തെ കാർഷിക മേഖലയാണ്. ആ ആലപ്പുഴയിൽ നിന്നും കൊല്ലത്ത് നിന്നും കുറച്ചെടുത്തതാണ് ഇന്ന് പത്തനംതിട്ടയിലുള്ളത്. അപ്പൊ ഈ ചെങ്ങന്നൂരും ആറന്മുള അങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ തന്നെയും ആലപ്പുഴ ജില്ലയുടെ ഭാഗമായിരുന്നു. അപ്പൊ കാർഷിക ഭംഗി, കാർഷിക സമ്പുഷ്ടി എന്ന് പറയുന്ന ഒരു അധിക എക്സ്ട്രാ ബോണും കൂടിയുണ്ട് ആലപ്പുഴയ്ക്ക്. അവിടെ പക്ഷേ വികസന കാഴ്ചപ്പാടോട് കൂടി നമ്മൾ ഒരു ദൃഷ്ടി അങ്ങോട്ട് പാലിക്കുകയാണെങ്കിൽ മൈനസുകളിൽ കിടക്കുന്നു, ന്യൂനതകളിൽ മാത്രം മുങ്ങിക്കിടക്കുന്ന 2 ജില്ലകളാണ് ഇടുക്കി ജില്ലയും ആലപ്പുഴ ജില്ലയും. ഇടുക്കിയിൽ എയിംസ് വരുന്നതിനെ സംബന്ധിച്ച് അതിന്റെ ഗൈഡ് ലൈൻസിൽ പറയുന്ന ഒരു കാര്യം പോലും നമുക്ക് മീറ്റപ്പ് ചെയ്യാനാകത്തില്ല. അതുകൊണ്ടാണ് 2015 അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് കേരളത്തിലെ ജനമന്ത്രി അത് ആലപ്പുഴയിൽ തരണം എന്ന് പറയുന്നത് അന്നത്തെ നിലപാടായിരുന്നു. ആ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. പക്ഷെ ഇന്ന് ആ നിലപാടിൽ ഒരു രാഷ്ട്രീയ മാറ്റം പ്രാദേശികതയ്ക്ക് എല്ലാവരും സനീഷ് ഒരു കാരണവശാലും തിരുവനന്തപുരത്ത് വന്നോട്ടൊക്കെ പറഞ്ഞിട്ടുമില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രാദേശികതയ്ക്ക് ഇതിനകത്ത് മുൻതൂക്കമുണ്ടെങ്കിൽ ഞാൻ പറയും അത് മോദിക്ക് ഒരു MP കൊടുത്ത തൃശ്ശൂർക്കാർക്ക് മോദി തിരിച്ചു കൊടുക്കേണ്ട സമ്മാനമാണ്. ആർക്കെങ്കിലും എന്നെ ചോദ്യം ചെയ്യണമെങ്കിൽ ഇപ്പതാ വെൽക്കം. ഇവിടെ വന്നു നിന്ന് എന്നെ ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യാനുള്ള അവർക്ക് കഴിവുകളൊന്നുമില്ല. അതൊരു ധർമ്മമാണ്. ഇനിയെങ്കിലും എയിംസിനെ ചൊല്ലി ഇങ്ങനെ പുലഭ്യം പറഞ്ഞു. ഇനി അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ച അടുത്ത വിഷയമാണ് ജയറാമിനൊക്കെ പറ്റിയതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഇത് പറയുന്നില്ല. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിത്തിരിപ്പും ഒക്കെ അങ്ങനെ ഒരു വിഭാഗത്തിന് നമ്മൾ പറയുന്നത് അല്ലേ, തൊഴിൽപരമായിട്ടുള്ള ഒരു വിഭാഗത്തിന്, അത് ഞാൻ പറയുന്നില്ല. എങ്കിലും ആ ചക്കളത്തിൽ പോലും ഇതിനെ സംബന്ധിച്ച് വേണ്ട. ആലപ്പുഴയിൽ വന്നാലും തൃശ്ശൂർ വന്നാലും ഇനി കോട്ടയത്ത് വന്നാലും കേരളത്തിനാണ് വരുന്നതെന്ന് നമുക്ക് അഭിമാനിക്കാൻ സാധിക്കണം. കേരളത്തിനാണ് വന്നിട്ട്. പക്ഷെ ആലപ്പുഴയിൽ വന്നാൽ അവിടത്തെയും ഒക്കെ റിയൽ എസ്റ്റേറ്റ് ബൂമുണ്ടാകും. അവിടെ ഒരു 10 ഇന്റർനാഷണൽ സ്കൂൾസ് വരും. അവിടത്തും എത്രണ്ണം ഉണ്ട് ഒന്ന് പോയി അന്വേഷിക്കണം. അവിടുത്തെ ഓരോ കുടുംബത്തിലെയും സ്ഥലമുള്ള ആൾക്കാരുടെയൊക്കെ മക്കളൊക്കെ ലണ്ടനിലോ എവിടെയെങ്കിലും ഒക്കെ പോയി ഇത് പണയം വെച്ച് കാശെടുത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ആ വാല്യൂ അതിനകത്തില്ല. സിവിൽ സ്കോർ നോക്കുമ്പോഴേക്കും ആലപ്പുഴക്കാരുടെ
സ്വത്തവകാശത്തിന് മൂല്യം എന്ന് പറയുന്നത് വളരെ കുറവാണ്. നമുക്ക് സബ്കാ സാത്ത്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് और सबका विकास ഇത് നടപ്പിലാക്കണമെങ്കിൽ ആ സബ്കായും ആലപ്പുഴയെ മാറ്റി നിർത്താൻ ഒക്കത്തില്ല. ഇത്രയേ ഉള്ളൂ, തത്വത്തിൽ ഇത്രയേ ഉള്ളൂ. പക്ഷെ തൃശ്ശൂരിനുള്ള ഇനി അധിക അസ്ഥി എന്താണെന്ന് ഞാൻ പറയാം. മോസ്റ്റ് സെൻട്രലി ലൊക്കേറ്റഡ് ഡിസ്ട്രിക്ട് ഇൻ ദ ഹോൾ സ്റ്റേറ്റ്. മാത്രമല്ല കൃത്യം മധ്യഭാഗത്താണ്. ബീച്ചി ഭാഗത്തൊക്കെ 300 ഏക്കറാണ് ഫോറസ്റ്റ് ലാൻഡ് എടുത്തത് തന്നെയാണ് സർ. ഫോറസ്റ്റ് ലാൻഡിനോട് നിങ്ങൾ ഭൂ നടത്തിക്കോന്ന് പറഞ്ഞു കൊടുക്കുന്ന അത് അഡ്മിനിസ്ട്രേഷൻ. പക്ഷെ ലാൻഡ് അല്ല. അതുപോലെ സാധിക്കും ഒരു 250 ഏക്കർ എടുത്ത് എയിംസിന് കൊടുക്കാം. അതുകൊണ്ടും ഈ പറയുന്ന ഇവിടുത്തെ ഒരു ടെറൈൻ നശിപ്പിക്കപ്പെടില്ല. നമ്മൾ അങ്ങനെ കാണുന്നത് എപ്പോഴും ഒരു പ്രോഡക്റ്റ് അവിടെ വരും. ആലപ്പുഴയിൽ എവിടെ വരുന്നോ അതിനൊരു 50 കിലോമീറ്റർ ചുറ്റളവിലെ വികസനം എന്ന് പറയുന്നത് നമ്മളെയൊക്കെ അമ്പരപ്പിക്കുന്ന രീതിയിലായിരിക്കും ഒരു റോക്കറ്റ് ജമ്പിൽ, റോക്കറ്റ് ഷൂട്ടിലേക്ക് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് എയിംസ് അവിടെ ഉണ്ട്. ഇനി ചാലക്കുടിയുടെ ടൂറിസം, ആ ടൂറിസത്തെ പിന്തുണയ്ക്കുന്ന റെയിൽവേ വികസനം, റെയിൽവേ ആധുനികവൽക്കരണം ഇവിടെ ചാലക്കുടിയിൽ വരണമെന്ന്. ആ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ ലൈനുകളുടെ എണ്ണം കൂടണം, സ്റ്റോപ്പ് കൂടണമെങ്കിൽ, വന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില ട്രെയിനുകൾ നിർത്തണമെങ്കിൽ ഇവിടെ ഒരിക്കലും നിർത്താൻ സാധിക്കാത്ത ട്രെയിനുകൾ ഓടിപ്പോകാനുള്ള എക്സ്ട്രാ ട്രാക്കുകൾ വരണം. അതിന്റെ വിദഗ്ധരാണ് കൊണ്ടിരിക്കുന്നത്. സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥലം എടുത്ത് വരുന്ന മുറയ്ക്ക് നമുക്ക് ഈ പാലരുവി എക്സ്പ്രസിന്റെ കാര്യം എനിക്കറിയില്ലായിരുന്നു. പാലരുവിക്ക് 7 സ്ഥലങ്ങളിലും സ്റ്റോപ്പ് വാങ്ങിച്ചു കൊടുത്തത് ഞാൻ. അതിനകത്ത് നമ്പർ ഓഫ് കമ്പാർട്ട്മെന്റ്സ് കൂട്ടിയതും ഞാൻ തന്നെയാണ്. അപ്പോൾ പാലരുവി ചാലക്കുടിയിൽ നിർത്തേണ്ട അത്യാവശ്യകത എന്താണെന്ന് ബോധിപ്പിച്ചുകൊണ്ടൊരു കത്ത് എനിക്ക് തന്നാൽ ഞാനത് റെയിൽവേ മന്ത്രിക്ക് കൊടുത്ത് എത്രയും പെട്ടെന്ന് നമ്മുടെ ഒരു അത്യാവശ്യകതയാണ് ഒരുപക്ഷെ പലപ്പോഴും വികസനോന്മുഖമായ ചില നിശ്ചയങ്ങളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. ടൂറിസത്തിന്റെ വികസനത്തിനെ സംബന്ധിച്ച് 4 സോണുകളിലായി 28 സംസ്ഥാനങ്ങളെയും അഡ്രസ് ചെയ്ത് എന്റെ ക്യാബിനറ്റ് മിനിസ്റ്റർ ശ്രീ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിനൊപ്പം ഈ 4 സോണൽ കോൺഫറൻസിലും പങ്കെടുത്ത ആളാണ്. അവിടെ കേരളത്തിന് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് പ്രധാനമന്ത്രിയുടെ കഴിഞ്ഞ വർഷം അദ്ദേഹം നിർദ്ദേശിച്ച് ഈ വർഷം അതിന്റെ ഗൈഡ് ലൈൻസ് സെറ്റ് ചെയ്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. യോഗ്യമായ ഒരു പ്രോജക്റ്റ് ഇതുവരെ തരാൻ സാധിച്ചിട്ടില്ല കേരളം. ടൂറിസം സെക്രട്ടറിയാണ് വന്നത്, മന്ത്രി ഇന്നുവരെ വന്നിട്ടില്ല. ഞാൻ ഈ 2 വർഷമായിട്ട് ഒരു 10-15 കോൺഫറൻസ് നടത്തിയിട്ടുണ്ട്. അതിലൊന്നും കേരളത്തിലെ ടൂറിസം മന്ത്രി വന്നിട്ടേയില്ല. കർണാടകത്തിലെ മന്ത്രി വന്നിട്ടുണ്ട്, ഗോവയിലെ മന്ത്രി വന്നിട്ടുണ്ട്, മഹാരാഷ്ട്രയിലെ മന്ത്രി വന്നിട്ടുണ്ട്. ടൂറിസം മന്ത്രിമാരാണ് വരുന്നത്. ഇവിടെ എത്രയോ പ്രോജക്റ്റുകൾ കേരളത്തിന് എന്ത് തന്നു എന്ന് ചോദിച്ചാൽ സനീഷ് എന്റെ ഓഫീസിൽ വന്നാൽ എത്ര കോടിയാണ് മലമ്പുഴയ്ക്ക് കൊടുത്തിരിക്കുന്നത്, എത്ര കോടിയാണ് അവിടെ വടകരയിൽ കൊടുത്തിരിക്കുന്നത്, എത്ര കോടി തലശ്ശേരിയിൽ, എത്ര അഷ്ടമുടിക്കായലിന് വേണ്ടി കൊല്ലത്ത്, ഇങ്ങനെ കോടിക്കണക്കിന് രൂപ കൊടുത്തതിന്റെയൊക്കെ തെളിവല്ല, അത് സാക്ഷ്യപ്പെടുത്തുന്ന ടൂറിസം ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ പണിതീരാണ്. അപ്പൊ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ്, മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ്, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉലഭ്യം പറഞ്ഞ് തോൽപ്പിക്കുന്നതിന് ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇലക്ഷൻ കഴിയുമ്പോൾ ജനങ്ങൾക്ക് അതിന്റെ സൗകര്യവും അതിന്റെ ഗുണവും ലഭിക്കും. പക്ഷെ നഷ്ടപ്പെടുന്നത് ആർക്കാണ്? ഗവർണൻസിനാണ് നഷ്ടപ്പെടുന്നത്, രാഷ്ട്രീയത്തിനല്ല. ആ ഗവർണൻസിന്റെ മികവിന് ശക്തമായ പിന്തുണ ഇപ്പോഴും നമുക്ക് പൂർണ്ണമായി കേരളത്തിന് നൽകാൻ സാധിച്ചു. ഇതാ തല എണ്ണത്തിൽ, കരുത്ത് എണ്ണത്തിൽ നിങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഇതിനൊന്നും ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് പൊരുതേണ്ട ആവശ്യമില്ല. ഒരു പടയുണ്ടാവും.
ഇതിനു വേണ്ടി പണിയെടുക്കാം. നിങ്ങൾക്ക് ഞാൻ രാഷ്ട്രീയം എഴുന്നള്ളിക്കുന്നതല്ല, എങ്കിലും നമുക്കൊരു കടമയുണ്ട്, ജനങ്ങൾക്കൊരു കടമയുണ്ട്. കൃത്യമായി രാഷ്ട്രീയ അന്തരീക്ഷം, ഭരണ അന്തരീക്ഷം ഇതെല്ലാം അവലോകനം ചെയ്യുക. നമുക്ക് ഗുണമാകുന്നത് എങ്ങനെ എന്നുള്ള നിശ്ചയം നമ്മളുടെ വോട്ടിംഗ് പാറ്റേണിലൊക്കെ വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ 50 പുതിയ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ പുതിയ പദ്ധതിയിലേക്ക് ഞാൻ കൃത്യമായി അതിന്റെ ഒരു ഏകദേശ ഗൈഡ് ലൈൻസ് പറഞ്ഞു കൊടുത്തു. പക്ഷെ ഒരു MLA ആണ്. ഇതിന്റെ സൈറ്റിൽ പോയി ലോഗിൻ ചെയ്ത് ആ ഗൈഡ് ലൈൻസ് എന്താണ്, പാരാഫർമേലിയ എന്താണ് അത് മനസ്സിലാക്കി പൂമല തുടങ്ങി കാലടി വരെ ഒരുപക്ഷെ ഡെവലപ്പ് ചെയ്തെടുക്കാവുന്ന അതിന് 500 കോടിയാണ് ഒരു പ്രോജക്റ്റിന്. അങ്ങനെ 50 കോടിയാണ് ഇന്ത്യയിൽ വരാൻ പോകുന്നത്. ഈ 36 ഇടങ്ങളിൽ 8 കേന്ദ്രഭരണ പ്രദേശവും 28 സംസ്ഥാനങ്ങളിലും ഓരോ പ്രോജക്റ്റ് കിട്ടും, ഉറപ്പാണ്. പക്ഷെ അത് യോഗ്യമായിരിക്കും. അപ്പൊ പൂമല തുടങ്ങി അതിരപ്പള്ളി, മലക്കപ്പാറ, ഷോളയാർ, അതുപോലെ തന്നെ കാലടി. ഇനി കാലടി ഇല്ലെങ്കിലും പ്രശ്നമില്ല, ചാലക്കുടിയിൽ അങ്ങനെ ഒരു താല്പര്യമുണ്ട്. കാരണം അതിനുള്ള അസ്തിത്വവും ചാലക്കുടിക്കുണ്ട്, അതിനുള്ള അന്തസ്സും ചാലക്കുടിക്കുണ്ട്. കഴിവുണ്ടെങ്കിൽ ആ പ്രോജക്റ്റ് സ്റ്റേറ്റ് ഗവൺമെന്റിനെ കൊണ്ട് അവിടെ എന്റെ മിനിസ്ട്രിയിൽ എത്തിച്ചാൽ അത് സാധിച്ച് തന്നില്ല. 500 കോടിയാണ് ഈ പ്രോജക്റ്റ്. അതിൽ 300 കോടി ഇംപ്ലിമെന്റേഷൻ, അതായത് പ്രോജക്ട് പാർട്ടിക്കിൾസ്. 200 കോടി പിന്നെ അതിന്റെ മെയിന്റനൻസിനും കൊടുക്കുകയാണ്. 5 വർഷത്തേക്കുള്ള മെയിന്റനൻസിന്, അല്ല പെർപെച്വൽ മെയിന്റനൻസിന് 200 കോടി. അങ്ങനെയൊന്നും കേരളത്തിലുള്ള പ്രോജക്റ്റുകൾ ഉണ്ടായിട്ടില്ല, ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. സാസ്കി എന്ന് പറയുന്ന പ്രോജക്റ്റിൽ പെടുത്തിയാണ് ആലപ്പുഴ, അല്ല കൊല്ലം അഷ്ടമുടി, അതുപോലെ വടകരയിൽ ഊരാളുങ്കൽ ചെയ്യുന്ന പ്രോജക്റ്റ്. ഞാൻ എതിരായിരുന്നു ഊരാളുങ്കൽ കൊടുക്കുന്നത്. പക്ഷെ കൃത്യമായിട്ട് അവരാണ് ചെയ്യുന്നതെന്ന് ഞങ്ങളെ ധരിപ്പിച്ചു. ആ പ്രോജക്റ്റ് കൊടുത്തു. ഇപ്പോഴും തീർന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം, ജനങ്ങൾ അറിഞ്ഞിരിക്കും. എയിംസ് എന്തായാലും കേരളത്തിൽ പോകും. ഇപ്പൊ 10 സ്ഥലമാണ് തരാമെന്ന് മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് ആരോഗ്യമന്ത്രി. അത് നോക്കിക്കാണണം. തൃശൂർ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി മാത്രം ഉൾപ്പെടുത്തിയിട്ടില്ല. ഞാൻ ആ വാക്ക് ദേശപ്പെട്ടോ. തൃശൂർ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് കീഴിലുള്ള 7 നിയമസഭാ MLA-മാരും കാലാകൂനിക്കണം. 7 MLA-മാരും ഏത് പാർട്ടിയായാലും. ഇവിടെ സനീഷുണ്ട് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ. സനീഷിന്റെ കൂടെ ബെഹനാനുണ്ട്, ബെന്നി ബെഹനാനുണ്ട്. ആ ബെന്നി ചേട്ടൻ ഇതിനു വേണ്ടി നിൽക്കും. എന്റെ കൂടെ ഏത് MLA നിൽക്കും? രാഷ്ട്രീയം മനസ്സിലായോ? ആ രാഷ്ട്രീയത്തെ ആരോഗ്യപ്പെടുത്തേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്, കേരളത്തിലെ ജനങ്ങളുടെ ചുമതലയാണ്. അത് ഞാൻ കൈയടി ചോദിച്ചു വാങ്ങിക്കണം. അതെന്റെ മോശപ്പെട്ട രാഷ്ട്രീയമാണ്. ഏതായാലും ഒരുപാട് സന്തോഷം. മോദിജി വിഭാവനം ചെയ്യുന്ന പുതിയ ജനങ്ങളുടെ റെയിൽവേ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറൽ ഡിസൈനിലേക്ക് ഇന്ത്യൻ റെയിൽവേസ് കുതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകത്തിന് മുഴുവൻ പാഠം പഠിപ്പിച്ചു കൊടുക്കാൻ പോകുന്ന ഹൈഡ്രജൻ ട്രെയിനും ഇന്ന് ഉരുളാൻ തുടങ്ങിയിരിക്കുകയാണ്. ഈ എത്തനോളിനെ കുറിച്ചൊക്കെ വലിയ ചർച്ച നടക്കുന്നുണ്ട്. എല്ലാം ഉണ്ടാകുന്ന വെസ്റ്റ് ബംഗാൾ അങ്ങനെ ഒരു നിന്നം ജയമായതിന്റെ മാത്രമാണ് കാരണം. അത് അടിച്ചൊതുക്കണം, അത് മറക്കണം. അതിന് എത്തനോൾ വരും, വേറെ എന്തെല്ലാം വരും. പക്ഷെ ഇതിന്റെ എല്ലാം സത്യം അധികം വൈകാതെ പുറത്തും വരും. ഇത് മണിപ്പൂരിനെ സംബന്ധിച്ച് ഞാനന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ആവർത്തിക്കുന്നു. ഇതിന്റെ എല്ലാം പിന്നിലെ സത്യം ഒട്ടും വൈകാതെ പുറത്തു വരും.
എത്തനോൾ എന്താണ്? ഭൂമി ദേവിക്ക് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. അത് ഭാരതത്തിന്റെ മാത്രം ഭൂമി ദേവിയല്ല, ഈ പ്രപഞ്ചത്തിന് വേണ്ടിയാണ് എത്തനോൾ. ഇത് ലോകത്ത് എവിടെയില്ലെന്ന് വിചാരിച്ചിരിക്കുന്നത്. നമ്മളതിൽ മുന്നിലെത്തും. ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം എന്റെ ക്യാബിനറ്റ് മിനിസ്റ്റർ വളരെ വ്യക്തമായി പ്രസ്മീറ്റുകൾ നടത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഹൈഡ്രജനിൽ ഓടുന്ന ട്രെയിൻ ഒരുപക്ഷെ അന്തരീക്ഷത്തിലേക്ക് ചീറ്റുന്നത് മോട്ടോർബൈക്കുകളാണ്. പ്രപഞ്ചത്തെയാണ് സംരക്ഷിക്കാൻ ഒരു യാത്രാ മാർഗത്തിൽ വരുത്തിയിരിക്കുന്ന അത്യുന്നതമായ നവോത്ഥാനമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചായക്കട നടത്തി വന്ന ആള്, 4ാം ക്ലാസ്സിൽ ഗുസ്തിയും കഴിഞ്ഞ് വന്ന ആളിന് സാധിച്ചെങ്കിൽ ഇതാണ് എന്ന് ലോകം കാണുന്ന ഏറ്റവും എക്സലന്റ് ഗവൺമെന്റ്. രാഷ്ട്രീയമൊന്നും ചവിട്ടിക്കാട്ടാനോ അല്ലെങ്കിൽ താഴ്ത്തിക്കെട്ടി കാണാനോ ഒരു കാരണമാവരുത്. രാഷ്ട്രീയം വേറെ, ജനങ്ങൾ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം മുൻപെങ്ങും നമുക്ക് അനുഭവിക്കാൻ കഴിയാത്ത തരത്തിൽ ജനങ്ങൾക്ക് പുതിയതായ സംവിധാനങ്ങളിലൂടെ സമ്മാനിക്കാൻ സാധിച്ചാൽ അതിനെയാണ് നമ്മൾ പറയുന്നത് എക്സലന്റ്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് മോദി ഗവൺമെന്റ് ഈസ്, എക്സലൻസ് ഇൻ ഗവൺമെന്റ്. ഇത് ആ എക്സലൻസിന്റെ ഭാഗമാണ്. 75 സ്റ്റേഷനുകളാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ നിർത്തുക. രാഷ്ട്രീയത്തിന്റെ കാര്യമാണ്. കഴിവുകളെന്നും ഞാൻ പറയത്തില്ല. ഇവിടെ സനീഷ് പറഞ്ഞു, ശ്രീ ബെന്നി ചേട്ടന്റെ നല്ല അധ്വാനമുണ്ട്. എപ്പോഴാണെന്ന് അറിയില്ല, 2023 വരെ ഈ പദ്ധതി അമൃത് ഭാരത് പദ്ധതിയിൽപ്പെട്ട് അങ്കമാലി സ്റ്റേഷനും ചാലക്കുടി സ്റ്റേഷനും അംഗീകരിക്കപ്പെടുന്നത് 2023-ലാണ്. 2024-ലാണ് ഞാൻ തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഓരോ ലോക്സഭാ മണ്ഡലത്തിലും 2 സ്റ്റേഷൻ അമൃത് ഭാരത് സ്റ്റേഷനിലൂടെ പുതിയ സ്റ്റേഷനായി മാറണമെന്ന് പറയുന്ന മോദിജിയുടെ പദ്ധതിയായിരുന്നു. തൃശ്ശൂരിന് എത്ര കിട്ടിയെന്ന് പറയുന്നു? 0. എന്തുകൊണ്ട്? അപ്പൊ ആര് പണിയെടുത്തു, ആര് പണിയെടുത്തില്ല? ഇതും രാഷ്ട്രീയമല്ല, നിഷേധമാണ് ഞാൻ പറയുന്നത്. 4 സ്റ്റേഷനുകളാണ് എഴുതി കൊടുത്തിരുന്നത്. ഇവിടെ ഉദ്യോഗസ്ഥരുണ്ട്, പറയട്ടെ. പൂങ്കുന്നം, ഈ തൃശ്ശൂരിന്റെ റീഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വലിയ സ്കീമാണ്. അത് അമൃത് ഭാരതാണ്. അത് 400 കോടിയോളം രൂപ ചെലവാക്കിയുള്ള കൊല്ലം, എറണാകുളം നോർത്തും സൗത്തും, അതുപോലെ തന്നെ കോഴിക്കോട്, തിരുവനന്തപുരം, ഇങ്ങനെയുള്ള സ്റ്റേഷൻസാണ്. ഈ അമൃത് ഭാരതിൽ തൃശൂർ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി ഇന്നും ലിസ്റ്റിൽ തുരുമ്പെടുത്തിരിക്കുന്നത് പൂങ്കുന്നം, ഒല്ലൂർ, പുതുക്കാട്, ഇരിഞ്ഞാലക്കുട. അതിൽ റെയിൽവേ മന്ത്രിയുമായിട്ട് തത്വത്തിൽ ഒരു MOA, മെമ്മോറാണ്ടം ഓഫ് എഗ്രിമെന്റായി താമസിയാതെ എന്റെ വിശ്വാസം ശ്രീ സിംഗ് അദ്ദേഹം ഈ മാസം 31-ാം തീയതി റിട്ടയർ ചെയ്യും. അതിനു മുമ്പ് ഇരിഞ്ഞാലക്കുടയും പുതുക്കാടും അമൃത് ഭാരത് സ്റ്റേഷന്റെ പരിധിയിൽപ്പെടുത്തിക്കൊണ്ട് റീഡെവലപ്മെന്റിനുള്ള പ്രഖ്യാപനം വരും. ഞാൻ 3 മാസമേ പണിയെടുത്തുള്ളൂ കേട്ടോ. 3 മാസമേ പണിയെടുത്തുള്ളൂ. ഇനിയും തയ്യാറാണ്. അത് ബെന്നിച്ചേട്ടന്റെ മണ്ഡലം ആയിക്കോട്ടെ, സനീഷിന്റെ മണ്ഡലം ആയിക്കോട്ടെ, ഞാൻ തയ്യാറാണ്. ചാലക്കുടി ലേൻസ് വരണമെന്ന് നമുക്ക് ശ്രമിക്കാം. പക്ഷേ പറഞ്ഞതിനകത്ത് ചെറിയ തെറ്റുണ്ട്. കേന്ദ്ര സർക്കാരിന് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് സ്ഥലമില്ല ചാലക്കുടി. കേന്ദ്ര സർക്കാരിന് അതുകൊണ്ട് സ്ഥലം തരാൻ ഒക്കത്തില്ല. ഇതിന്റെ ക്രമീകരണവും അങ്ങനെയല്ല. എയിംസിന് വേണ്ടുന്ന സ്ഥലം അവസാനത്തെ മില്ലിമീറ്റർ വരെ സംസ്ഥാന സർക്കാർ വാങ്ങിക്കൊടുക്കണം. അവിടെ എയിംസ് കൊണ്ടുവരുന്നത് കേന്ദ്ര സർക്കാരിനതാണ് ക്രമീകരണം. അത് ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കി. അപ്പൊ എല്ലാം നടക്കട്ടെ. എല്ലാ നല്ലതുകളും രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയല്ല, ജനങ്ങൾക്ക് വേണ്ടി സംഭവിക്കട്ടെ. സന്തോഷം.
നന്ദി, സ്നേഹം, നമസ്കാരം.